അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 6 കോളനിയിലെ ഇന്ത്യയുടെ മത സാമൂഹിക ഉണർവ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പം ഇതിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്. അത് മാത്രമല്ല നമുക്ക് കുറെ സാമൂഹിക പരിഷ്കർത്താക്കളില്ലേ, അവരെ പറ്റിയിട്ടുമാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഇതിന്റെ പാർട്ട് 1 ആണിത്, പാർട്ട് 2 ഉണ്ട്. എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണേ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സാമൂഹിക സാഹചര്യങ്ങൾ വിശദീകരിക്കുക. അപ്പൊ നമുക്കറിയാം, നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പം 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോട് കൂടിയിട്ട് രണ്ട് സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ ഇന്ത്യനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് വിദ്യാഭ്യാസത്തിന്റെ കുറവ്. അപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, സംസ്കൃതം എന്ന് പറഞ്ഞൊരു ഭാഷ, അത് എഴുതാനും വായിക്കാനും അതൊക്കെ ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ആ സമയത്ത് പുരോഹിത വർഗം എന്ന് പറഞ്ഞ ഒരു വർഗം ഉണ്ടായിരുന്നു. അപ്പൊ അവരായിരുന്നു എന്ത് ചെയ്യുന്നത്, ബലികർപ്പണം തൊട്ടിനി ഒരു കുട്ടി ജനിച്ചത് മുതൽ മരിച്ചത് വരെയുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരാണ്. അപ്പം അവര് പറയുന്നതാണ് വേദവാക്യം എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ സമൂഹം ഉണ്ടായിരുന്നത്. അവരെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇതാണ് ഒന്നാമത്തെ ഒരു സാഹചര്യം, അതായത് വിദ്യാഭ്യാസത്തിന്റെ കുറവ് മൂലമുണ്ടായ കുറച്ച് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയാം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വനിതകളുടെ സ്ഥാനമാണ്. അപ്പൊ വനിതകളുടെ സ്ഥാനം എന്ന് പറയുന്നത് തീർത്തും എന്താണ്, വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ സ്ത്രീകൾക്ക് എന്താണ്, വളരെ ജീവിതം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് എന്തില്ല, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, എന്താണ്, സ്ത്രീധന സമ്പ്രദായം എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ സ്ത്രീധനം കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പിന്നെ ഒരിക്കലും ആ സ്വഭവനത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള അവകാശം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അങ്ങനെ ആ സ്ത്രീയുടെ സ്വത്തിലും ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. ഇവർ കുറച്ച് പൈസ കൊടുത്ത് ഏതെങ്കിലും ഒരാളുടെ കൂടെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം അയാളുടെ വീട്ടിലാണ്. തിരിച്ച് സ്വന്തം വീട്ടിൽ വരാനോ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, പെൺ ഭ്രൂണഹത്യ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺ ഭ്രൂണഹത്യ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിൽ എന്താണ്, ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്താണ്, വയറ്റിൽ ആണാണോ പെണ്ണാണോ എന്ന് അറിയാനായിട്ട് പറ്റും. അങ്ങനെ പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുക, വയറ്റിൽ വെച്ച് തന്നെ കൊന്നുകളയുന്ന ആ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. ചടങ്ങല്ല, അങ്ങനെ ഒരു ദുരാചാരം അന്ന് നിലനിന്നിരുന്നു. കാരണം അന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കായിരുന്നു പ്രാധാന്യം കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങളും എന്താണ്, സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ദുരാചാരങ്ങൾ വഴി സ്ത്രീകളുടെ ജീവിതം തീർത്തും എന്തായിരുന്നു, ദുരിതപൂർണം ആയിരുന്നു. അപ്പം ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്: എന്തെല്ലാം സാമൂഹിക സാഹചര്യങ്ങളാണ് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ രണ്ട് സാഹചര്യങ്ങളും നന്നായിട്ട് നോക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്: 19-ാം നൂറ്റാണ്ടിലെ മത സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം, 19-ാം നൂറ്റാണ്ടിൽ നിരവധി പരിഷ്കർത്താക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഒന്നാമത് നമുക്കറിയാം രാജാറാം മോഹൻ റോയ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയിയെ പറ്റിയിട്ട് ഇപ്പൊ നന്നായിട്ട് അവർ പറയും. അപ്പം അത്രയ്ക്കും പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ബംഗാളിലെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. മാത്രമല്ല ഇദ്ദേഹം വളരെയധികം വിദ്യാസമ്പന്നനായിരുന്നു. നിരവധി ഭാഷകളിൽ അദ്ദേഹത്തിന് അറിയായിരുന്നു. അതിൽ നിരവധി ഭാഷകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു വിദ്യാഭ്യാസ സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് വേദത്തിനും അതേപോലെ തന്നെ ഉപദേശത്തിലൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല, പുള്ളിക്കാരന്റെ പോളിസി എന്ന് പറയുന്നത് ഏകദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതും മാത്രമല്ല, ബാക്കിയുള്ള മതത്തിൽ നിന്നും നല്ലത് എടുക്കുക. ഒന്നും കൂടി പറഞ്ഞുതരാം. രാജാറാം മോഹൻ റോയ് എപ്പോഴും ഏകദൈവത്തെ വിശ്വസിക്കാനാണ് എല്ലാവരോടും പറയുന്നത്. അത് മാത്രമല്ല, എല്ലാ മതത്തിൽ നിന്നും അതെല്ലാം ഉള്ള നന്മകൾ മാത്രം എടുത്തിട്ട് ചീത്ത കാര്യങ്ങൾ കളയുക. ആ ഒരു ചിന്താഗതിക്കാരനായിരുന്നു നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്തിനെ എതിർത്തു, വിഗ്രഹാരാധന തീർത്തും എതിർത്ത ഒരു മനുഷ്യനാണ്. അത് മാത്രമല്ല, 1828 ബ്രഹ്മസമാജം ഇദ്ദേഹം സ്ഥാപിച്ചു. എന്തിനാണ് ഇദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ നിന്നിരുന്ന സതി, ശൈശവ വിവാഹം, അതേപോലെ തന്നെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ നിന്നെല്ലാം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചത്, ബ്രഹ്മസമാജം എന്ന് പറഞ്ഞ ഒന്ന് സ്ഥാപിച്ചത്. അത് മാത്രമല്ല, അദ്ദേഹം 1829 സതി എന്ന് പറഞ്ഞ ഒരു ദുരാചാരം നിർത്തലാക്കുകയും
പിന്നെ ഇങ്ങനെ സതി ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്താണ് കേസെടുക്കുക അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും ഇദ്ദേഹം എന്താണ് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് രാജാറാം മോഹൻ റോയിയുടെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും എന്താണ് ബ്രഹ്മസമാജത്തിനെ പറ്റിയിട്ടും സതീനെ പറ്റിയിട്ടും ആ ഒരു വർഷങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പം വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു സാമൂഹിക പരിഷ്കർത്താവിലേക്ക് പോവാം. ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് ഹിന്ദു മതത്തെ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പം ഹിന്ദു മതത്തില് നിരവധി പരിഷ്കരണങ്ങളൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം. കുറെ പരിഷ്കരണങ്ങൾ നടത്തി. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? 1875 ആര്യ സമാജം എന്ന് പറഞ്ഞ സമാജം എന്ത് ചെയ്തു? ഹിന്ദു മതത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം രൂപീകരിച്ചു. അത് മാത്രമല്ല സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നല്ല രീതിയിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയ ഒരു മനുഷ്യനാണ്. അത് മാത്രമല്ല സാമൂഹികമായിട്ട് എല്ലാവരും സമത്വം, എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത്. ശുദ്ധി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. അതേപോലെ തന്നെ സാധാരണക്കാരുടെ ഇടയിലും വിദ്യാഭ്യാസം എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റിയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ. ശുദ്ധി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ആരാണ് രൂപീകരിച്ചതെന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതണം സ്വാമി ദയാനന്ദ സരസ്വതി ആണ്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹിന്ദു മതത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അതിന്റെ ഭാഗമായിട്ട് 1875 ആര്യ സമാജം എന്ന് പറഞ്ഞ ഒരു സമാജം ഇദ്ദേഹം രൂപീകരിച്ചു. ഇത് മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ഒരു പരിഷ്കർത്താവിലേക്ക് നമുക്ക് പോവാം. അതാണ് നമ്മുടെ രാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും. ഇവർ രണ്ടുപേരുടെ പേര് ഒരുമിച്ച് വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഈ രാമകൃഷ്ണ പരമഹംസന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ഈ വിവേകാനന്ദ സരസ്വതി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ മതവും ഒന്നാണ്, ഒരൊറ്റ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എല്ലാ മതവും ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ചെയ്തു? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞ ഒരു മിഷൻ സ്ഥാപിച്ചു. ഈ ഒരു മിഷന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസത്തെയും അതേപോലെ തന്നെ കാലഹരണപ്പെട്ട സാമൂഹ്യ സാഹചര്യങ്ങൾ, സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തണം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളാക്കിയ ഒരു സമിതിയാണ് നമ്മുടെ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് എന്ന് ചിലപ്പം ചോദിക്കാം. അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചത് ഏത് മിഷനാണ്, അങ്ങനെയും ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹം എന്ന് പറയുന്നത് മുസ്ലിം പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിങ്ങൾക്കിടയിൽ കുറെ നിഗൂഢമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പണ്ട് നിലനിന്നിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവർ എങ്ങനെയെങ്കിലും മുമ്പോട്ട് വരണം, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇങ്ങനെയുള്ള സാമൂഹിക അനാചാരങ്ങളെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തു പോകത്തുള്ളൂ. അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ ഉയർന്നു വരണമെങ്കിൽ എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. അല്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ സമൂഹത്തിൽ മുമ്പോട്ടേക്ക് ഉയർന്നു വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം സ്ത്രീകളുടെ പദവി ഉയർത്താനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ്. പർദ സമ്പ്രദായത്തിനും അതേപോലെ തന്നെ ബഹുഭാരിത്വത്തിനും ഒക്കെ അദ്ദേഹം എതിർത്ത് നിന്ന ഒരു മനുഷ്യനാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒന്നെന്ന് പറയുന്നത് 1864 ഗാന്ധിപൂരിൽ ഇദ്ദേഹം ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ സ്ഥാപിച്ചു. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ആ സ്കൂൾ പിന്നീട് എന്തായിട്ട് മാറി? അലിഗഡ് മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആയിട്ട് മാറി. അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ 1864 ഗാന്ധിപൂരിൽ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂൾ സ്ഥാപിച്ചു. ഈ സ്കൂൾ പിന്നീട് എന്തായിട്ട് വന്നു? അലിഗറിലെ മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആയിട്ട് വന്നു. ഇതും ഇമ്പോർട്ടന്റ് ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റി എന്ത് ചോദിച്ചാലും അല്ലെങ്കിൽ അതിൽ ചോദിക്കാൻ മെയിൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്കൂളിന്റെ കാര്യം. അപ്പൊ അത് പഠിച്ചു വെക്കുക. അദ്ദേഹം എതിർത്തത് എന്തിനേക്കാണ്? പർദ സമ്പ്രദായത്തെയും ബഹുഭാരിത്വത്തെയാണ് അദ്ദേഹം എതിർത്തത്. സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാം വേറൊരു മനുഷ്യൻ, ജ്യോതിറാവു ഗോവിന്ദ ഫുലെ എന്ന് പറഞ്ഞ ഒരാൾ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം എപ്പോഴും കർഷകരെയും താഴ്ന്ന ജാതിക്കാർക്കും തുല്യ അവകാശം കൊണ്ടുവരിക. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ അന്നത്തെ കാലത്തിൽ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ കർഷകരെയും അതേപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഈക്വൽ റൈറ്റ് അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് സമൂഹത്തിൽ വേണം എന്ന് വാദിച്ച ഒരാളാണ് നമ്മുടെ ജ്യോതിറാവ് ഗോവിന്ദ ഫുലെ എന്ന് പറയുന്ന ആള്.
അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കും എന്ത് വേണം, വിദ്യാഭ്യാസം വേണം. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. ഇതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്കൂൾ സ്ഥാപിച്ചു. അത് മാത്രമല്ല അദ്ദേഹം 1873 സത്യശോക് സമാജ് എന്ന് പറഞ്ഞ ഒരു സമാജം എന്ത് ചെയ്തു, സ്ഥാപിച്ചു. അപ്പം ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. ജ്യോതിറാവ് ഗോവിന്ദ ഫുലെ സ്ഥാപിച്ച ഒരു സമാജമാണ് സത്യശോക് സമാജ് എന്ന് പറയുന്നത്. ഇത് 1873 ഇദ്ദേഹം സ്ഥാപിച്ചത്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ വൺ വേർഡിന് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നോക്കിട്ട് വച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം ജസ്റ്റിസ് മഹാദേവ് ഗോവിന്ദ റാനഡെ. അദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഇദ്ദേഹമാണ് നമ്മുടെ പ്രാർത്ഥനാ സമാജ് എന്ന് പറഞ്ഞ സമാജം സ്ഥാപിച്ചത്. അത് മാത്രമല്ല ഇദ്ദേഹം നിരവധി മതപരിഷ്കരണങ്ങളൊക്കെ നടപ്പിലാക്കിയ ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം ശൈശവ വിവാഹത്തെയും അതേപോലെ തന്നെ ശൈശവ വിവാഹത്തെ നിരോധിക്കുകയും വിധവകളുടെ ജീവൻ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാപന അംഗം, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച കൂട്ടത്തിൽ ഇദ്ദേഹവും കൂടി ഉണ്ട്. അപ്പം ജസ്റ്റിസ് മഹാദേവ് ഗോവിന്ദ റാനഡെ നിങ്ങൾ ആരും മറക്കരുത്. അപ്പൊ ജസ്റ്റിസ് മഹാദേവ ഗോവിന്ദ റാനഡെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചു. ശൈശവ വിവാഹത്തെ നിരോധിക്കുകയും വിധവകൾക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അത് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാപകനാവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗോവിന്ദ റാനഡെ പറ്റിയിട്ട് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം പണ്ഡിറ്റ് രാംഭായ്. ആരാണ് പണ്ഡിറ്റ് രാംഭായ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം കുറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വനിതകളുടെ അവകാശം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി അവകാശം കൊണ്ടുവരിക. അതേപോലെ തന്നെ ശൈശവ വിവാഹത്തിനെതിരായിട്ട് നിൽക്കുക. അത് മാത്രമല്ല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം 1881 സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആര്യ മഹിള സമാജ് എന്ന് പറഞ്ഞ സമാജം എന്ത് ചെയ്തു, ഇദ്ദേഹം രൂപീകരിച്ചു. അത് മാത്രമല്ല നമ്മൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള വിധവകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഒരു അഭയ കേന്ദ്രം, അതിനെ മുക്തി മിഷൻ എന്ന് പറയുന്ന മിഷൻ 1889 ഇദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ പണ്ഡിറ്റ് രാംഭായ് എന്ന് പറയുന്ന ആളെ പറ്റി നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരു മനുഷ്യനാണ്. സ്ത്രീകൾക്കിടയിലുള്ള ശൈശവ വിവാഹത്തെ എതിരായിട്ട് പ്രവർത്തിച്ചു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് 1881 സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആര്യ മഹിള സമാജ് രൂപീകരിച്ചു. അതേപോലെ തന്നെ വിധവകളായിട്ടുള്ള ആളുകൾക്ക് ഒരു അഭയം എന്നുള്ള രീതിയിൽ മുക്തി മിഷൻ 1889 സ്ഥാപിച്ചു. അപ്പം ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ഓർക്കാനുള്ളത് ആര്യ മഹിള സമാജവും അതേപോലെ തന്നെ മുക്തി മിഷനും മറന്നു പോകരുത്. ഓക്കെ, പിന്നെ ചോദിക്കും, ഇതെല്ലാം കൂടെ ഒരു എസ്സേ പോലെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് പഠിച്ചിരുന്നാലേ നിങ്ങൾക്ക് ആ സമയത്ത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് നോക്കാം ആനി ബെസന്റ്. ആരാണ് ആനി ബെസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പുള്ളിക്കാരത്തിയാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി രൂപീകരിച്ചത്. ഇവര് മെയിൻ ആയിട്ട് ആധുനിക ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ടും ഇന്ത്യയിലുള്ള ഭാഷകളുടെ അതേപോലെ തന്നെ പാരമ്പര്യത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇവര് സെൻട്രൽ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കോളേജ് 1912 പിന്നീട് എന്തായിട്ട് മാറി, കോളേജ് ഓഫ് ബനാറസ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. അപ്പം ആനി ബെസന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കാനുള്ള തിയോസഫിക്കൽ സൊസൈറ്റി ഇന്ത്യയിൽ സ്ഥാപിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഇവര് സെൻട്രൽ ഹിന്ദു സ്കൂള് 1912 സ്ഥാപിച്ചു. ആ സ്കൂൾ പിന്നീട് എന്തായിട്ട് മാറി, കോളേജ് ഓഫ് ബനാറസ് അല്ലെങ്കിൽ കോളേജ് ബനാറസ് ഓഫ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തിൽ നോക്കണം, ആനി ബെസന്റിന്റെ കാര്യത്തിൽ നോക്കണം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് 2 ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു അവസാനം നമ്മൾ ഈ പറഞ്ഞ 19ാം നൂറ്റാണ്ടിലെ പരിഷ്കർത്താക്കളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു 3-4 ആളുകളുടെ പേര് തന്നിട്ട് അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതും അല്ലെങ്കിൽ ഇത് ഓൺവേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും പഠിക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാൻ നോക്കുക. ഇതിന്റെ പാർട്ട് 2 എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.